ഹായ് ഓൾ, റീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ, അതിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പേജ് നമ്പർ 18 കൊടുത്തിരിക്കുന്ന 7 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരിട്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: ദ ഡിഫറൻസ് ഓഫ് ടു സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 20 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സ്മോളർ ആംഗിൾസിൻ്റെ ഡിഫറൻസ്, രണ്ട് സ്മോളർ ആംഗിൾസിൻ്റെ ഡിഫറൻസ് 20 ഡിഗ്രിയാണ്. അതിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ വരച്ച് നോക്കാം. ഏകദേശം ഇങ്ങനെ വരും റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഈ റൈറ്റ് ട്രയാങ്കിളിന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഒരു ആംഗിൾ എന്തായാലും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, പിന്നെ രണ്ട് ആംഗിൾസ് ഉണ്ട്. ഒരു ആംഗിൾ ഇവിടെ ഉണ്ടായിരിക്കും, ഒരു ആംഗിൾ ഇവിടെ ഉണ്ടായിരിക്കും. തൽക്കാലം ഈ രണ്ട് ആംഗിൾസും സെയിം ആണെന്നൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. സെയിം അല്ലേനും, കാരണം എന്താ, അവർ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്, 20 ഡിഗ്രിയാണ്. അപ്പം ഇതിലൊരു ആംഗിൾ, ഈ ആംഗിളാണ് ഈ കാണുന്ന രണ്ട് ചെറിയ ആംഗിൾസിൻ്റെ കൂട്ടത്തിൽ വലിയ ആൾ ഇയാളാണെന്ന് വിചാരിക്കുക. അയാളൊരു എക്സ് ഡിഗ്രിയാണെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇവനൊരു വൈ ഡിഗ്രിയാണെന്ന് വെറുതെ വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വിചാരിച്ചത്? ലെറ്റ് angles of right triangle are 90 ഡിഗ്രി. ഒരു ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും, അതുകൊണ്ടാണ് റൈറ്റ് ട്രയാങ്കിൾ ആയത്. അടുത്ത ആംഗിൾ എക്സ് ഡിഗ്രിയാണെന്ന് വിചാരിക്കുക, അടുത്ത ആംഗിൾ വൈ ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഇതിൻ്റെ രണ്ട് ചെറിയ ആംഗിൾസ് തമ്മിലുള്ള ഡിഫറൻസ് 20 ഡിഗ്രിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം എക്സ് എന്ന് വൈ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് ആൻസർ കിട്ടും. അപ്പം ഇതാണ് രണ്ട് ചെറിയ ആംഗിൾസ്. ഇവർ രണ്ടാളും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 20 ഡിഗ്രി. ഇത് ഒന്നാമത്തെ ഒരു ഇക്വേഷനായിട്ട് അവിടെ നിന്നോട്ടെ, ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്കൊരു കാര്യം അറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ സം ഓഫ് ആംഗിൾസ് എത്രയാണ് കിട്ടുക? സം ഓഫ് ആംഗിൾസ് എത്രയാണ് കിട്ടുക? 180 ഡിഗ്രിയാണല്ലോ കിട്ടുക. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ എക്സും വൈയും തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, എക്സ് പ്ലസ് വൈ അവിടെ നിൽക്കട്ടെ. ഈ കാണുന്ന 90 ഡിഗ്രി ഇല്ലേ, ഇതിനെ നമ്മൾ ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടു ചെന്നാൽ എന്താവും? 180 മൈനസ് 90 എന്ന് കിട്ടും, ആണല്ലോ. വിച്ച് മീൻസ് 180 മൈനസ് 90 എത്രയാണ് നമുക്കറിയാം. 150 90 പോയാൽ എത്രയാണ്? 90 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു വേറൊരു ഇക്വേഷൻ കിട്ടും, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മുടെ കയ്യിലായി. ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20 ആണ്. രണ്ടാമത്തത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90 ആണ്. ഇവിടെ ശരിക്കും നമ്പർ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് രണ്ട് ഇക്വേഷൻസ് ഇവിടെ കിട്ടി. നമ്മൾ ഇതുവരെ ചെയ്ത പോലെയല്ല, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? നോക്കിക്കോ, ഇവിടെ എക്സ് ആണ്, ഇവിടെ വൈ ആണ്. ഈ രണ്ടാൾക്കാരും ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 90 കിട്ടി. അതേ എക്സ് തന്നെയല്ലേ ഇവിടെയുള്ളത്, അതേ വൈ തന്നെയല്ലേ മേലെയുള്ളത്. താഴെ അഡീഷൻ ആണെങ്കിൽ കൂട്ടുകയാണ് ചെയ്തെങ്കിൽ മേലെ എന്താ ചെയ്തത്? കുറയ്ക്കുകയാണ് ചെയ്തത്. കുറച്ചപ്പോൾ 20 കിട്ടി. ഇങ്ങനെ വരുന്ന കേസിൽ മാത്രം. അപ്പോൾ എങ്ങനെ വരണം? എക്സ് വരണം, എക്സ് തന്നെയാവണം. വൈ വരണം, വൈ തന്നെയാവണം. പ്ലസ് വരണം, ഒന്നിൽ മൈനസും വരണം. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ എക്സ് ആണ് വലിയ ആൾ. ആ വലിയ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് നമ്പേഴ്സിനെ കണ്ട് പ്ലസ് ചെയ്യാം. 90 പ്ലസ് 20, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. 90 പ്ലസ് 20 എത്ര കിട്ടുക? 110 ആണ് കിട്ടുക. അപ്പോൾ 110 ഡിവൈഡഡ് ബൈ 2 കിട്ടുന്ന ആൻസർ 55 എന്നായിരിക്കും. അപ്പോൾ എക്സ് കിട്ടി 55. ഇനി രണ്ടാമത്തെ ആളായ വൈ കിട്ടാൻ, വൈ ആണ് ചെറിയ ആൾ. ഞാൻ പറഞ്ഞു എക്സ് വലിയ ആളാണ്. എന്തുകൊണ്ടാണ് എക്സ് വലിയ ആളായതെന്ന് അറിയോ? നമ്മൾ ഓൾറെഡി എടുത്തത് വലുതാണെന്നാണ്. പക്ഷേ അങ്ങനെ അല്ലെങ്കിലും ഇതുപോലത്തെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ ഈ സാധനത്തിലേക്ക് നോക്കിയാൽ മതി. എക്സ് എന്ന് വൈ കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 20 ആണ്. 20 എന്ന് പറഞ്ഞാൽ പ്ലസ് 20 അല്ലേ കിട്ടിയത്, ഒരു പോസിറ്റീവ് ആൻസർ അല്ലേ കിട്ടിയത്. എപ്പോഴും ഒരു വലിയ സംഖ്യയിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ കുറയ്ക്കുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പോസിറ്റീവ് ആൻസർ കിട്ടുള്ളൂ. പകരം ഇവൻ ചെറുതും ഇവൻ വലുതും ആണെങ്കിലോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആൻസർ ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക്. ഇനി ഇവിടെ വൈ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നോക്കുക, വലിയ സംഖ്യ കിട്ടാൻ നമ്മൾ ഈ രണ്ടാൾക്കാരെ പ്ലസ് ചെയ്തു അല്ലേ. ചെറിയ സംഖ്യ കിട്ടാൻ ഇതൊന്ന് വലുതെന്ന് ചെറുത് കുറയ്ക്കാം. 90 20 അങ്ങോട്ട് കുറയ്ക്കാം, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2. 90 20 പോയാൽ എത്ര കിട്ടും? 70 കിട്ടും അല്ലേ. അപ്പോൾ 70 ഡിവൈഡഡ് ബൈ 2, 70ൻ്റെ പകുതി എത്രയാണ്? 35 ഡിഗ്രിയാണ്. 35 ഇവിടെ ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് ഡിഗ്രി എന്ന് കൊടുക്കാം. 55 ഡിഗ്രിയും 35 ഡിഗ്രിയുമാണ് എന്ത്? നമ്മുടെ ആൻസേഴ്സ്.
ഫൈനലായിട്ട് നമുക്ക് ജസ്റ്റ് ആംഗിൾസ് ഒന്ന് എഴുതി വെക്കാം. ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഒരാൾ 90 ഡിഗ്രിയാണ് നമുക്ക് ഓൾറെഡി അറിയാം. രണ്ടാമത്തെ ആളപ്പം കിട്ടി 55 ഡിഗ്രിയാണ്. മൂന്നാമത്തെ ആളെ കിട്ടി എത്രയാണ്? 35 ഡിഗ്രിയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ആൻസറായി. വളരെ ചെറിയ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിൽ ഈ സാധനം നിങ്ങൾക്ക് ഓൾറെഡി അറിയെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ടിട്ട് x+y = 90 എന്ന് എഴുതാം. അറിയില്ലെങ്കിൽ നമുക്ക് സൈഡിലോ അല്ലെങ്കിൽ നേരിട്ട് ആൻസറിൻ്റെ കൂട്ടത്തിലോ എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, when a large number is divided by a small number, the quotient and remainder are both 2. ഇവിടെ ഒരു ലാർജർ നമ്പർ ഉണ്ട്, ഒരു സ്മോളർ നമ്പറും ഉണ്ട്. വലിയ സംഖ്യയും ചെറിയ സംഖ്യയും. ലാർജർ നമ്പറിനെ സ്മോളർ നമ്പറോട് നമ്മൾ എന്താ ചെയ്ത്? ഡിവൈഡാണ് ചെയ്തത്. അപ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റും റിമൈൻഡറും, ഈ കോഷ്യൻ്റ് എന്ന് പറയുന്ന ആളും റിമൈൻഡറും എന്ത് തന്നെയാണ്? 2 ആണ്. കോഷ്യൻ്റ് എന്താ, റിമൈൻഡർ എന്താ നമുക്ക് പറയാം. ആദ്യം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ when 5 times the smaller number divided by the larger, നമ്മളെ സ്മോളർ നമ്പർ ഉണ്ടല്ലോ അതിൻ്റെ 5 ടൈംസ് എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, അതിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്തു? ലാർജർ നമ്പർ കൊണ്ട്, ആദ്യത്തെ ലാർജർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴും ദ കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ ആർ സ്റ്റിൽ ബോത്ത് 2. അപ്പോഴും കോഷ്യൻറ്റും റിമൈൻഡറും എന്ത് തന്നെയാണ്? 2 എന്ന് പറഞ്ഞ സംഖ്യ തന്നെയാണ്. വാട്ട് ആർ ദ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ലാർജ് നമ്പർ എത്ര, സ്മോൾ നമ്പർ എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ ലാർജ് നമ്പറിനെയും സ്മോൾ നമ്പറിനെയും ജസ്റ്റ് പേര് കൊടുത്തു വെക്കാം. ലെറ്റ് സ്മോൾ നമ്പർ ഈക്വൽ ടു എക്സ്, ലാർജ് നമ്പർ ഈക്വൽ ടു വൈ. സ്മോളർ നമ്പർ എക്സ് ആണ് ആൻഡ് ലാർജർ നമ്പർ വൈ ആണ് എന്ന് ഞാൻ വെറുതെ വിചാരിച്ചു വെച്ചു. ഓക്കെ, ഇനി എന്താണ് ഈ കോഷ്യൻ്റ്, എന്താണ് റിമൈൻഡർ, ആ കാര്യം നമുക്ക് നോക്കാം. ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്, ഇത്രയേ ഉള്ളൂ കാര്യം. ഫോർ എക്സാമ്പിൾ ഒരു 17 എന്ന് പറഞ്ഞൊരു സംഖ്യ, ആ സംഖ്യേനെ നമ്മൾ 8 എന്ന് പറഞ്ഞ സംഖ്യ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ 17 8 നിങ്ങൾക്കറിയാം 2 വട്ടം കൃത്യമായിട്ട് പോകും. അപ്പോൾ നമ്മൾ മേലെ 2 എഴുതി വെക്കും. ശേഷം 2 × 8 നമ്മൾ ചെയ്ത് നോക്കും. 2 × 8 എത്രയാണ്? 16 എന്ന് കിട്ടും. 16. എന്നിട്ട് അവർ നമ്മൾ ഡിഫറൻസ് എഴുതി വെക്കും, താഴെ എഴുതി വെക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹരിക്കുക. ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇവിടെ 17 എന്ന് പറഞ്ഞ സംഖ്യനെയാണല്ലോ നമ്മൾ ഹരിച്ചത്. ആ ഹരിച്ച സംഖ്യേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് എന്നാണ് വിളിക്കുക. 8 എന്ന് പറഞ്ഞ സംഖ്യ കൊണ്ടാണല്ലോ നമ്മൾ ഹരിച്ചത്, 8നെ കൊണ്ടാണ് ഹരിച്ചത്. ആ സംഖ്യേനെ നമ്മൾ വിളിക്കുക ഡിവൈസർ എന്നാണ് വിളിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഹരണഫലം അല്ലെങ്കിൽ ആൻസർ 2 ആണ്. ഈ 2നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ലാസ്റ്റ് ഒരു ബാക്കി ഇവിടെ 1 ഉണ്ട്. ഈ 1നെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റിമൈൻഡർ. ഈ പേരുകളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള കാര്യം. ആരെയാണോ ഹരിച്ചത് അവൻ ഡിവിഡൻറ്റ്, ആരെക്കൊണ്ടാണോ ഹരിച്ചത് അവൻ ഡിവൈസർ. കിട്ടിയ ഉത്തരം എന്താണോ അത് കോഷ്യൻ്റ്. ബാക്കി ശിഷ്ടമായിട്ട് വന്ന ആളെ നമ്മൾ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, നോക്കിക്കേ. ഈ ഡിവൈസറിനെ കോഷ്യൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഉത്തരം എത്ര കിട്ടും? 16. ആ 16നോട് ഈ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഡിവിഡൻറ്റ് കിട്ടും. ഒന്നുകൂടെ ഡിവൈസറിനെ കോഷ്യൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 16 കിട്ടിയ 8 × 2 പ്ലസ് റിമൈൻഡർ ചെയ്ത് കഴിഞ്ഞാൽ 17 എന്നുള്ള ആൻസർ ഡിവിഡൻറ്റ് കിട്ടും. അപ്പോൾ അതൊരു ഫോർമുലയായിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് എഴുതി വെക്കാം. എന്താണ്? ഡിവിഡൻറ്റ് ഈക്വൽ ടു എന്താണ്? ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. ഈ സാധനത്തിനെ ഒരു ഫോർമുലയായിട്ട് ജസ്റ്റ് ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്. റിമൈൻഡർ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് റെഡിയാക്കിക്കട്ടെ. റിമൈൻഡർ. അപ്പോൾ ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ആണ്. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി തൽക്കാലം ഞാൻ ഇവനേക്ക് ഒഴിവാക്കുന്നുണ്ട്, കാര്യമൊന്നും പറയാൻ വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ. നോക്കിക്കോ, ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ലാർജ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ സ്മോൾ നമ്പർ. ലാർജ് നമ്പർ ആരാ? നോക്കിക്കേ, വൈ ആണ് ലാർജ് നമ്പർ. ആരാ സ്മോൾ നമ്പർ? എക്സ് ആണ്. അപ്പോൾ ഇവിടെ ചെയ്തത് ലാർജ് നമ്പറായ വൈനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു.
ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യൻ്റ് കിട്ടിയത് 2 ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് 2. അതുപോലെ തന്നെ താഴെ കിട്ടിയ റിമൈൻഡറും എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ രണ്ടാൾക്കാരെ ഗുണിക്കുക, എക്സിനെയും രണ്ടിനെയും ഗുണിക്കുക, എന്നിട്ട് ഈ 2 കൂട്ടി കൊടുത്താൽ എന്ത് കിട്ടും? വൈ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഈ ഫോർമുല നേരിട്ട് യൂസ് ചെയ്യാം. ഡിവിഡൻറ്റ് ആരാ? ഡിവിഡൻറ്റ് വൈ ആണ് ഡിവിഡൻറ്റ്. അപ്പം വൈ ഈസ് ഈക്വൽ ടു ഡിവൈസർ ആരാ? ഡിവൈസർ എക്സ് ആണ്. കോഷ്യൻ്റ് ആരാ? കോഷ്യൻ്റ് 2 ആണ്. അപ്പം എക്സ് ഇൻറ്റു 2 പ്ലസ് റിമൈൻഡർ ആരാണ്? 2 തന്നെയാണ്, പ്ലസ് 2. ഈ എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര എക്സാണ്? 2x ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം വൈ ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഒരു ഇക്വേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വൈ ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2. എന്താണ് ഇതിൻ്റെ മീനിങ്? നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോസിൻ്റെ തുടക്കത്തിലുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് വൈ എന്ന് എവിടെയൊക്കെ കണ്ടോ അവിടെ നമുക്ക് വൈ എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? 2x പ്ലസ് 2 എന്ന് കൊടുക്കാം. വൈ എന്നതിന് പകരം 2x പ്ലസ് 2 എന്ന് കൊടുക്കാം. കാരണം ഈ രണ്ടാളും എന്താണ്? ഈക്വൽ ആണ്. ഇനി ക്വസ്റ്റ്യൻ്റെ ബാക്കി വായിക്കാം. വെൻ 5 ടൈംസ് ദ സ്മോളർ നമുക്കറിയാം എക്സ് ആണ്. അതിൻ്റെ 5 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്ര എക്സ് വരും? 5x എന്ന് വരും. ഇവിടെ ഈ സൈഡിൽ പറയുന്നുണ്ട്. ഇനി ഡിവൈഡഡ് ബൈ ദ ലാർജറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ലാർജർ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കാം. 5x ഡിവൈഡഡ് ബൈ y എന്ന് എഴുതി വെച്ചു. അപ്പോഴും എന്താണ്? കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ ആർ സ്റ്റിൽ 2. അപ്പോൾ കിട്ടിയ കോഷ്യൻ്റ് ഇവിടെ മേലെയാണ്, ഇത് 2 ആണ്. റിമൈൻഡർ അതും എന്ത് തന്നെയാണ്? 2 ആണ്. മക്കളെ നോക്കിക്കേ, നമുക്ക് ഈ വൈനെയും 2നെയും ഗുണിക്കാം, 2y എന്ന് കിട്ടും. പ്ലസ് ഈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിവിഡൻറ്റ് കിട്ടും. ആരാ ഡിവിഡൻറ്റ്? 5x ആണ്. അപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചു ഡിവിഡൻറ്റ് 5x ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ്. അപ്പോൾ ഡിവൈസർ y ആണ്, കോഷ്യൻ്റ് 2 ആണ്. y ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2y പ്ലസ് 2 എന്ന് കിട്ടും. 5x ഇസ് ഈക്വൽ ടു 2y പ്ലസ് 2. ഇനി ചെയ്യേണ്ട കാര്യം, നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2 ആണ്. അഥവാ y എന്ന് എവിടെയൊക്കെ കണ്ടോ അതിന് പകരം 2x പ്ലസ് 2 എന്ന് കൊടുക്കാം. y നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? ഈ ഇക്വേഷനിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ കൊടുക്കുന്നു. 5x അതുപോലെ, ഈക്വൽ അതുപോലെ, 2 തൊട്ട് മേലുള്ള ഈ 2 അതുപോലെ തന്നെ എഴുതി. ഇൻറ്റു y എന്നുള്ളിടത്ത് മാത്രം ഇൻറ്റു 2x പ്ലസ് 2 എന്നാക്കി. പിന്നെ മേലൊരു 2 ബാക്കിയുണ്ട്. അപ്പോൾ പ്ലസ് 2 അവിടെ ഇട്ടു. ഏത് പ്ലസ് 2? ഈ പ്ലസ് 2 ഇവിടെ തന്നെ വന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 5xനെ അതുപോലെ തന്നെ എഴുതാം. 5x ഈക്വൽ ടു, ഈ ബ്രാക്കറ്റ് ഞാനൊന്ന് പൊളിക്കാൻ പോവുകയാണ്. ആദ്യം 2 ഇൻറ്റു 2x. 2 ഇൻറ്റു 2x എത്രയാണ്? 4x. വീണ്ടും 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 എത്രയാണ്? 4. അവരുടെ ഇടയിലുള്ള ചിഹ്നം പ്ലസ്. പ്ലസ് മേലുള്ള ഒരു 2 ഉണ്ട്, ആ 2 താഴോട്ട് തന്നെ എഴുതി. ഇനി എക്സുകളേക്ക് ഒരു ഭാഗത്തേക്ക് വെച്ച് നോക്കാം. നോക്കിക്കോ, ഈ കാണുന്ന 4x പ്ലസ് 4x ആണ്. അത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 4x ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു 5x ഉണ്ട്, അയാൾ ഇങ്ങോട്ട് വരുമ്പം ഇത് 4x ആയി. ഇനി അടുത്ത ആൾ 4 പ്ലസ് 2 എന്ന് പറയുന്നുണ്ട്. 4 പ്ലസ് 2 എന്താണ്? 6 ആണ്. 5x നിന്ന് 4x മൈനസ് ചെയ്യണം. 5x നിന്ന് 4x പോയി കഴിഞ്ഞാൽ എത്ര എക്സ് ബാക്കിയുണ്ടാവും? ഒരു എക്സേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 6 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 6 ആണെന്ന് കിട്ടി. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? വൈ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് വൈ കണ്ടുപിടിക്കാം? വൈ കണ്ടുപിടിക്കാൻ വൈ ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2 എന്ന് ഇവിടെ മേലെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ അത് അതേപോലെ അങ്ങോട്ട് എഴുതുക. വൈ ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2. ശേഷം 2 ഇൻറ്റു എക്സ് എന്നുള്ളിടത്ത് എക്സിൻ്റെ വാല്യൂ ആയിട്ടുള്ള 6 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു 6 പ്ലസ് 2. 2 ഇൻറ്റു 6 എത്രയാണ്? 12. അപ്പോൾ 12 പ്ലസ് 2. 12 പ്ലസ് 2 എത്രയാണ്? 14. അപ്പോൾ വൈ എത്ര കിട്ടി? 14 എന്നുള്ള ആൻസർ കിട്ടി. എക്സ് 6 എന്നും കിട്ടി, വൈ 14 എന്നും കിട്ടി. നമ്മൾ ലാർജർ നമ്പറിനെയാണ് 14 വൈ എന്ന് വിളിച്ചത്. അപ്പം ലാർജർ നമ്പർ ഈക്വൽ ടു എന്താ കിട്ടിയത്? 40 എന്ന് കിട്ടി. സ്മോളർ നമ്പർ നമ്മൾ എക്സ് എന്നാണ് വിളിച്ചത്, എന്താ കിട്ടിയത്? 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി വേണമെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതെങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മളോട് പറഞ്ഞത് ലാർജർ നമ്പറായ 14നെ 6 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡറും കോഷ്യൻറ്റും 2 ആണ്. നോക്കിക്കേ, 16ൽ 6 2 വട്ടാണ് പോവുക. 2 ഇൻറ്റു 16 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. ബാക്കി എന്തുണ്ട്? 2 ഉണ്ട്. കോഷ്യൻറ്റ് 2 ആണ്, റിമൈൻഡറും 2 ആണ്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെഡിയായി. ഇനി സ്മോളർ നമ്പറിൻ്റെ 5 ടൈംസ് 6 ആണ് സ്മോളർ നമ്പർ. അതിൻ്റെ 5 ടൈംസ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 5 30 എന്ന് കിട്ടി.
ഈ 30നെ ലാർജർ നമ്പറായ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. 14 30യിൽ എത്ര വട്ടം പോവും? 2 വട്ടം പോവും. 2 × 14 എന്ന് പറഞ്ഞാൽ 28 ആണ്. ബാക്കി റിമൈൻഡർ എത്ര കിട്ടും? 2. ഇവിടെയും കോഷ്യൻ്റ് 2 ആണ്, റിമൈൻഡർ 2 ആണ്. അവർ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇവിടെ കഴിഞ്ഞു. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. തേർഡ് ക്വസ്റ്റ്യൻ. The sum of digits of a 2-digit number is 11. The number got by interchanging the digit is 27 more than original number. What is the number എന്നാണ് ചോദിച്ചത്. മനസ്സിലാക്കാം, ഇവിടെ ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, 2 ഡിജിറ്റുള്ള നമ്പർ എന്ന് വെച്ചാൽ എന്താ? ഫോർ എക്സാമ്പിൾ 27, 32, 45 ഇതൊക്കെ 2 ഡിജിറ്റുള്ള നമ്പറാണ്. 1, 2, 3 ഇതൊക്കെ സിംഗിൾ ഡിജിറ്റുള്ളതാണ്. 100, 101, 102 ഇതൊക്കെ എത്രയാണ്? 3 ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇവിടെ പറഞ്ഞ പോലെ ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, ഏതോ ഒരു നമ്പർ. ആ നമ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഡിജിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടണം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 92. 92ലെ ഡിജിറ്റ് ആയിരിക്കാം 9ഉം 2 ആണല്ലേ. രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 11 കിട്ടും. 83. 8 ആണ് ഡിജിറ്റ്, 3 ആണ് അടുത്തത്. അപ്പോൾ രണ്ടും കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 11 കിട്ടും. അപ്പോൾ അതുപോലെയുള്ള ഏതൊരു നമ്പറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 27 മോർ ദാൻ ഒറിജിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 92 ആണ് നമ്മളെ നമ്പർ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 29 ആണെന്ന് വിചാരിച്ചു. 29 എന്ന് പറയുന്ന നമ്പറുണ്ട്. ഈ നമ്പറിൻ്റെ ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്ത് എന്ത് വരും? 9 ഇങ്ങോട്ടും വരും, 2 പുറത്തേക്കും വരും. 29 എന്നുള്ളത് 92 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയ നമ്പർ ആദ്യത്തെ നമ്പറിനോട് 27 കൂട്ടിയതാണ്, 27 ആഡ് ചെയ്തതാണ്, അല്ലെങ്കിൽ 27 മോർ ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ നമ്പർ, ഏതാണ് ആ നമ്പർ എന്നാണ് ചോദിച്ചത്. അപ്പം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു അസ്യൂം ചെയ്തിട്ട് വെറുതെ എടുത്തതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യം നമ്മൾ ഇതുവരെ ചെയ്ത പോലെ എക്സ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, എക്സ് വൈ എന്നല്ല നമ്മൾ വിളിക്കുക. പകരം 2 ഡിജിറ്റ് നമ്പറിനെ ഓൾജിബ്രായിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനുള്ള എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ 45 എന്നുള്ള നമ്പറാണ്. ഈ 45 എന്നുള്ള നമ്പറിൽ 5 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് ആണല്ലേ, യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ്, വൺസിൻ്റെ പ്ലേസ് എന്ന് പറയും നമ്മൾ. 4 എന്ന് പറഞ്ഞാലോ ടെൻസിൻ്റെ പ്ലേസിൽ വരുന്ന നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ 45നെ ശരിക്കും എഴുതാം 10 × 4 + 5 എന്നാണ്. 10 × 4 എത്രയാണ്? 40. 40 + 5 എത്രയാണ്? 45. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 72. 72ന് എങ്ങനെ എഴുതാം? ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 2ഉം ടെൻസിൻ്റെ പ്ലേസിൽ 7ഉം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 × 7 + 2 എന്നാണ് എഴുതുക. ഇനി 64ൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 4ഉം ടെൻസിൻ്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് 6ഉം ആണ്. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? 10 × 6 + 4. അപ്പോൾ നമുക്കൊരു നമ്പർ വേണമെങ്കിൽ അതിൻ്റെ ടെൻസിൻ്റെ പ്ലേസിലൊരു ഡിജിറ്റ് വേണം. ഫോർ എക്സാമ്പിൾ ഇവിടെ 6 ആണ്, അപ്പോൾ 10 × 6 എന്ന് എഴുതി. യൂണിറ്റ് പ്ലേസിൽ 4 ആണ്, അപ്പോൾ ഒരു +4 ഇട്ട് കൊടുത്തു. ഇവിടെ ടെൻസിൻ്റെ പ്ലേസിൽ 7 ആണ്, അപ്പോൾ 10 × 7 എന്ന് എഴുതി. യൂണിറ്റ് പ്ലേസിൽ 2 ആണ്, അതുകൊണ്ട് 2 എന്ന് ഇട്ട് കൊടുത്തു. ടെൻസിൻ്റെ പ്ലേസിൽ ഇവിടെ 4 ആണ്, അപ്പോൾ 10 × 4 എന്ന് എഴുതി. യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്, അതുകൊണ്ട് 5 എന്ന് കൊടുത്തു. അപ്പോൾ 2 പ്ലേസ് ഉണ്ടായിരിക്കും ഒരു 2 ഡിജിറ്റ് നമ്പറിന്, ഒന്ന് ടെൻസും ഒന്ന് യൂണിറ്റ് ഡിജിറ്റും. അപ്പോൾ നോക്കിക്കോ, ലെറ്റ് ഡിജിറ്റ് ഇൻ ദ ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ആൻഡ് യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ് അതിനെന്തെന്ന് വിളിച്ചു? വൈ എന്ന് വിളിച്ചു. അപ്പോൾ നോക്കിക്കോ, ഇവിടെയുള്ള 45 പോലെ തന്നെ 45 ആണെങ്കിൽ ടെൻസ് പ്ലേസിൽ 4ഉം വൺസിൻ്റെ പ്ലേസിൽ 5ഉം ആണ് വരിക. അതിനെ നമ്മൾ 10 × 4 + 5 എന്നല്ല എഴുതിയത്. അപ്പോൾ അതുപോലെ ഇവിടെ നമ്പർ എന്തായിരിക്കും? 2 ഡിജിറ്റ് നമ്പർ എന്തായിരിക്കും നോക്കുക? 10 × x, 4 × 10 എന്ന് പറഞ്ഞ പോലെ തന്നെ x × 10 അല്ലെങ്കിൽ 10x എന്ന് കിട്ടും അല്ലേ. +y അല്ലെങ്കിൽ ഇവിടെ +5 എന്നുള്ള പോലെ ഇവിടെ +y എന്ന് വരും. അപ്പോൾ 10x + y എന്നാണ് വരിക. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ. ഇനി നമ്മളെ ഫസ്റ്റത്തെ 45ൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. ഇനി അടുത്ത് നമ്മളോട് പറയണം നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ് എന്നാണ് പറയണം. നമ്പർ
ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. അപ്പോൾ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കോ, ടെൻസ് പ്ലേസിൽ എക്സ് എന്നുള്ളിടത്തത് വൈ ആയിട്ട് മാറും. അതുപോലെ തന്നെ യൂണിറ്റ് ഡിജിറ്റിൽ വൈ എന്നുള്ളിടത്ത് എന്തായിട്ട് മാറും, എക്സ് ആയിട്ട് മാറും. അതല്ലെങ്കിൽ സിമ്പിളി നമ്മൾ 45 എന്നുള്ളത് എന്തായിട്ട് മാറും, 54 ആവും. അപ്പോൾ എന്താ സംഭവിക്കുക, 10 × 5 + 4 എന്നാവും. ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. 4 അപ്പുറത്തേക്ക് പോകും, 5 ഇടയ്ക്ക് വരും. അപ്പോൾ അതേപോലെ ഇവിടെ നിന്ന് ഇവർ രണ്ടാളും എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. അപ്പം 10y + x എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ 10x + y ആണ്. ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും, 10y + x എന്ന് കിട്ടും. ഇത്രയും നമ്മൾ എഴുതി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിക്കോ, സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 11 എന്നാണ് പറയുന്നത്. ഇതിൽ ഡിജിറ്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ 45 ആണെങ്കിൽ 4ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടണം. ഇവിടെ 11 അല്ല, അതുപോലെ 11 കിട്ടുന്ന രീതിയിലാണ് വരിക. അപ്പം ഇവിടുത്തെ ഡിജിറ്റ്സ് ആയിരിക്കാം നമ്മളെ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ എക്സ് ആണ്, ഒരാളാരാണ് വൈ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, എക്സും വൈയും ആഡ് ചെയ്ത് എന്ത് കിട്ടണം, 11 കിട്ടണം. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ, x + y = 11. ഞാനിതിനെ ഒരു 1 എന്നുള്ള നമ്പർ കൊടുത്ത് തൽക്കാലം അവിടെ വെച്ചു. ഓക്കെ, ഇനി അടുത്തത് എന്താ, ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാ, 10y + x ഈസ് 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. എന്ന് വെച്ചാൽ ഒറിജിനൽ നമ്പറിനോട് 27 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ കാണുന്ന നമ്പറിനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ അതേപോലെ ഇവിടെ എഴുതാൻ പോവാണ്. നോക്കിക്കോ, ഒറിജിനൽ നമ്പർ 10x + y, അതിനോട് എത്ര കൂട്ടി, 27 കൂട്ടി. അപ്പോൾ 27 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടുക, ഇൻ്റർചേഞ്ച് ചെയ്ത നമ്പർ 10y + x കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നോക്കിക്കോ, തൽക്കാലം ഈ 27 ഇവിടെ നിൽക്കട്ടെ, +27 ഇല്ലേ, അത് ഞാൻ അതേപോലെ ഇവിടെ എഴുതിയിട്ടോ. ഇനി 10y + x എന്നുള്ള ആൾ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ ഉണ്ട്, അതും അവിടെ നിൽക്കട്ടെ. ചെയ്യാൻ പോകുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ, ഈ കാണുന്ന 10x + 10x അല്ലേ, അവനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ 10x അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, -10x ആവും. ഇതുപോലെ തന്നെ +y ഇല്ലേ, അവനെയും ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവൻ എന്തായിട്ട് മാറും, -y ആയിട്ട് മാറും. നോക്കിക്കോ, 27 അതുപോലെ ഉണ്ട്, 10y നിന്ന് y മൈനസ് ചെയ്യണം. നമുക്ക് ഒരുപോലത്തെ ആളുകളെ മാത്രമേ മൈനസും പ്ലസ്സൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 10y - y എന്നുള്ളത്, 10y - y എത്ര കിട്ടുക, 9y. അപ്പോൾ ഇവിടെ 9y എന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ +x ഉണ്ട്, -10x ഉണ്ട്. എന്ന് വെച്ചാൽ x - 10x. 1 10 പോയാൽ നമുക്ക് എത്ര കിട്ടുക, -9 ആണല്ലേ കിട്ടുക, 9 അല്ല കിട്ടുക, -9 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ x - 10x എന്ന് പറഞ്ഞാൽ -9x ആണ്. അപ്പോൾ ഇവിടെ -9x എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷനായി 27 = y - 9x. ഞാൻ തൽക്കാലം ഇവനെ നേരെ ഒന്ന് തിരിച്ച് ചെയ്തിട്ടെ, 9y - 9x = 27 തന്നെയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതിയെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവരൊക്കെ ഈ ടേമിൽ നോക്കിയാൽ ഒരു 9 ഉണ്ട്, ഈ ടേമിൽ ഒരു 9 ഉണ്ട്. 27 എന്ന് പറഞ്ഞാൽ 9ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. ഇതിനെ മൊത്തമായിട്ട് വേണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഓൺ ഡിവൈഡിങ് വിത്ത് 9, ഞാൻ ആ ഇക്വേഷനെ മൊത്തമായിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. എന്താ സംഭവിക്കുക, 9y - 9x = 27 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ഈ ആളെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഈ ടേമിന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഈ ടേമിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. മക്കളെ നോക്കിക്കോ, 9ഉം 9ഉം വെട്ടിപ്പോവും, പിന്നെ ഇവിടെ എന്ത് മാത്രമേ വരുള്ളൂ, y എന്ന് മാത്രമേ വരുള്ളൂ. 9ഉം 9ഉം വെട്ടിപ്പോവും, പിന്നെ ബാക്കി അവിടെ എന്തേ ഉണ്ടാവുള്ളൂ, x എന്നേ ഉണ്ടാവുള്ളൂ. 27ൽ 9 എത്ര ടൈംസ് പോവും, 3 ടൈംസ് പോവും. അപ്പോൾ ഈക്വൽ ടു എത്ര കിട്ടി, 3. y - x = 3 എന്ന് കിട്ടി. ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു, എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ 11. രണ്ടാമത്തെ എന്താ, y നിന്ന് x പോയി കഴിഞ്ഞാൽ 3. ഈ രണ്ട് ഇക്വേഷൻസ് ഞാനൊന്ന് അടുപ്പിച്ച് എഴുതുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ y - x = 3 ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ കണ്ട് നോക്കിക്കേ, x + y = 11 എന്നാണ്. ഞാൻ അവനെ തൽക്കാലം ഇങ്ങനെ എഴുതുന്നുണ്ട്, y + x = 11. ശരിയാണോ, നോക്കിക്കോ, 9ഉം 2ഉം കൂട്ടിയാൽ 11.
തിരിച്ച് 2ഉം 9ഉം കൂട്ടിയാലും എന്ത് തന്നെയാണ് 11ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിച്ചിട്ട് കുഴപ്പമില്ല. ഈ ഫോം നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ചെയ്ത ഈ വീഡിയോയിൽ ചെയ്ത ആദ്യത്തെ ചോദ്യത്തിൽ കണ്ടു. എന്താ പ്രത്യേകത നോക്കിക്കോ, y താഴെയും y, എക്സ് താഴെയും എക്സ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ താഴെന്താണ് മൈനസ് അല്ലേ? അപ്പോൾ ഈ ഫോമിൽ വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നേരിട്ടിട്ട് ഇവിടെ എന്ത് എഴുതി വെക്കാം, y ഈസ് ഈക്വൽ ടു, ഇവിടെ y ആണ് വലിയ സംഖ്യ അല്ലേ, അപ്പോൾ y ഈസ് ഈക്വൽ ടു ഈ രണ്ട് നമ്പർ കൂട്ടുക, 11 + 3 ഡിവൈഡഡ് ബൈ 2. 11ഉം 3ഉം കൂട്ടി എത്ര കിട്ടാം, 14. 14ൻ്റെ പകുതി എത്രയാണ്, 7. അതുപോലെ തന്നെ എക്സ് 11 - 3 ഡിവൈഡഡ് ബൈ 2. 11ൽ നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും, 8. 8/2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ടില്ല. വൈ കിട്ടിയിട്ടുണ്ട്, എക്സും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആരെ കിട്ടിയില്ല, നമ്പറിനെ കിട്ടിയില്ല. 2 ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്, 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ മേലോട്ട് പോവുക. മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, 10x + y എന്നല്ലേ നമ്മൾ വിളിച്ചത്. അപ്പോൾ ഇവിടെ അതേപോലെ കൊടുക്കുക, 10x + y. അപ്പോൾ അവിടെ 10 × എക്സിന് പകരം എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 4 ആണ് കിട്ടിയത്. അപ്പോൾ 10 × 4 + 7 എന്ന് കിട്ടും. 10 × 4 40 ആണ്, 40 + 7 47 ആണ് നമ്മളെ നമ്പർ. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 47 ആണ്. ഇനി ചെയ്തത് ശരിയാണോ എന്ന് എങ്ങനെ നോക്കാം, വേണമെങ്കിൽ സൈഡിൽ നോക്കിയോ, 47 ആണ് നമ്പർ. ഇൻ്റർചേഞ്ച് ചെയ്തതെന്ന് കിട്ടും, 74 എന്ന് കിട്ടും. 47നോട് 27 കൂട്ടിക്കഴിഞ്ഞാൽ 74 കിട്ടണ്ടോ, 7ഉം 7ഉം 14, ബാക്കി 1, 6ഉം 2ഉം 4ഉം 6, 6ഉം 1ഉം 7, 74 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 47ൻ്റെ ഡിജിറ്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 7ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്തും കിട്ടുന്നുണ്ട്, 11 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമുക്കങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോയിട്ട് എന്തെന്ന് എടുക്കരുത്, എക്സ് എന്ന് എടുക്കരുത്, പകരം 2 ഡിജിറ്റ് ഉണ്ടായിരിക്കും, 10x + y എന്നുള്ള ഫോർമാറ്റ് തന്നെ എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ചോദ്യം. സോ നാലാമത്തെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആറാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്ത ചോദ്യത്തിൻ്റെ അതേ പോലുള്ളൊരു ചോദ്യമാണ് ആറാമത്തെ ചോദ്യം. ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കാം. എ 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 6 ടൈംസ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. അപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെയും 2 ഡിജിറ്റ് നമ്പറിൻ്റെ ക്വസ്റ്റനാണ്. ആ 2 ഡിജിറ്റ് നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്, ആ 2 ഡിജിറ്റ് നമ്പർ ഈക്വൽ ടു 6 ടൈംസ് സം ഓഫ് ഡിജിറ്റ്സ് ആണ്. The number got by interchanging the digit is 9 more than 4 times sum of digit. What is the number എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ തൊട്ട് മുമ്പ് എഴുതിയ പോലെ തന്നെ ഞാൻ 2 ഡിജിറ്റ് നമ്പറിനെ 10x + y എന്നിവിടെ വിളിക്കുന്നുണ്ട്. തൊട്ട് മുമ്പത്തെ അതേപോലെ തന്നെ അതേ സാധനം കൊണ്ട് കോപ്പി ചെയ്താണ് 10x + y. ടെൻസ് പ്ലേസിൽ എക്സ് ആണ്, യൂണിറ്റ് പ്ലേസിൽ y ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഡിജിറ്റ് നമ്പർ 10x + y. നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്, നേരെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പറിനെ 10y + x എന്നും വിളിച്ചു. ഓക്കെ, ഇനി ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. എ 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 6 ടൈംസ് സം ഓഫ് ഡിജിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ 2 ഡിജിറ്റ് നമ്പർ 10x + y അല്ലേ, ഇത് ഈക്വൽ ആണ്. ആർക്കാണ് ഈക്വൽ, 6 ടൈംസ് എന്ന് പറഞ്ഞാൽ 6 × സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും ആണ്. അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ x + y ആണ്. അപ്പം x + y × 6 ഈക്വൽ ആണ്. ഞാനിതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. 10x + y അതുപോലെ ഉണ്ട്. ഇവിടെ ഒന്ന് ബ്രാക്കറ്റ് പൊളിക്കാൻ പോവാണ്. 6 × x എന്ന് പറഞ്ഞാൽ എത്ര വരും, 6x. 6 × y എന്ന് പറഞ്ഞാൽ എന്ത് വരും, 6y. ഇവരുടെ ഇടയിലുള്ള ചിഹ്നം പ്ലസ്. ഇനി എക്സുകളും വൈകളെയൊക്കെ നമുക്ക് ഓരോ ഭാഗത്തേക്ക് ആക്കാം. ഇവിടെ 10x + y ഉണ്ട്. ഈ കാണുന്ന 6x ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, -6x ആവും. അതുപോലെ തന്നെ +6y ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, -6y ആവും. ഇനി അപ്പുറത്തെ സൈഡിൽ ഇവിടെയുള്ള എല്ലാവരും നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നല്ലേ. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ആരുമില്ലാതെ സ്ഥിതിക്ക് നമുക്ക് എന്തിട്ട് കൊടുക്കാം, 0 എന്നിട്ട് കൊടുക്കാം. നോക്കിക്കോ, 10x - 6x വേണമെങ്കിൽ ഒന്ന് ഇവിടെ എഴുതി വെക്കാം. 10x - 6x എത്ര x ഉണ്ടാവുക, 4x ഉണ്ടാവും. അപ്പോൾ ഇവിടെ 4x എന്ന് കിട്ടി. ഇനി അടുത്തതുപോലെ y - 6y
എത്ര വൈ ഉണ്ടാവുക? -5y എന്നുണ്ടാവും. -5y ഈക്വൽ ടു 0. വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. 4x - 5y ഈസ് ഈക്വൽ ടു 0 എന്ന്. ഞാൻ തൽക്കാലം ഇതിനെ 4x ഇസ് ഈക്വൽ ടു 5y എന്ന് എഴുതി വെക്കാൻ പോവുകയാണ്. 4x ഇസ് ഈക്വൽ ടു 5y. അതെന്താ അങ്ങനെ എഴുതാൻ കാരണം? നോക്കിക്കോ, ഈ കാണുന്ന -5y ഇല്ലേ, ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? ഇവിടെ ഓൾറെഡി 0 ഉണ്ട്. 0 + 5y എന്നാവും. ഏത് നമ്പറിനോടും 0 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും, അതേ നമ്പറായിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 5y എന്ന് കിട്ടും. അപ്പോൾ 4x ഇസ് ഈക്വൽ ടു 5y എന്ന് തൽക്കാലം ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും. ക്വസ്റ്റ്യൻ്റെ ബാക്കി പറയുന്നത് ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. അപ്പോൾ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാ? 10y + x ആണ്. ഈസ് 9 മോർ ദാൻ 4 ടൈംസ് സം ഓഫ് ഡിജിറ്റ്സ്. ശ്രദ്ധിക്കണം, സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ x + y തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല, കാരണം ഡിജിറ്റ് മാറിയില്ലല്ലോ, അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതിയെന്നല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ 4 ടൈംസ് എന്ന് പറഞ്ഞാൽ × 4, അതിനോടൊരു 9 കൂടി എന്ന് പറഞ്ഞാൽ +9. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടെ എഴുതുകയാണ്, ശ്രദ്ധിച്ചോ. നമ്മുടെ പുതിയ നമ്പർ 10y + x ആണ്, ഈക്വൽ ടു 4 ടൈംസ് സം ഓഫ് ഡിജിറ്റ്സ് 4 × x + y. അതിനോട് 9 കൂടുതലാണ്, 9 മോർ എന്ന് പറഞ്ഞാൽ +9 എന്നും കൂടെ വരും. ഇവിടെ ഞാൻ നേരത്തെ പോലെ ബ്രാക്കറ്റ് പൊളിക്കുമ്പോൾ 4 × x എന്ത് കിട്ടും? 4x എന്നും 4 × y എന്തെന്ന് കിട്ടും? 4y എന്നും കിട്ടും. ഒരു +9 ഉണ്ടായിരിക്കും. ഈ സൈഡിൽ 10y + x-നൊരു മാറ്റമില്ല. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെയുള്ള 10y + x അതുപോലെ എഴുതുന്നു. ഈ സാധനം സെയിം ഇവിടെ തന്നെ ഉണ്ട്. ചെയ്യേണ്ട പരിപാടി, 4x ഇങ്ങോട്ട് വരുമ്പം -4x ആവും, 4y ഇങ്ങോട്ട് വരുമ്പം -4y ആയിരിക്കും. ചെയ്ത് നോക്കാം. -4x - 4y ഈക്വൽ ടു, ഇവിടെ പാര് മാത്രമേ ഉള്ളൂ? 9 മാത്രമേ ഉള്ളൂ. 9 എഴുതി വെച്ചു. ഇനി ശ്രദ്ധിച്ചോ, 10y ന്ന് 4y പോയി. 10y ന്ന് 4y പോയി എത്ര കിട്ടുക? 6y ഉണ്ടാവും. x എന്ന് 4x പോയി. x എന്ന് 4x പോയി എത്ര ഉണ്ടാവും? -3x ഉണ്ടാവും, ഈക്വൽ ടു 9. മനസ്സിലാവാത്തവർക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാം. 10y, അപ്പോൾ 10y ഉണ്ട്. -4y, 10y - 4y എത്ര y ഉണ്ടാവുക? 6y ഉണ്ടാവും. x -4x, x - 4x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x ആണ് കിട്ടുക. പക്ഷേ ഇവിടെ എന്തുണ്ട്? ചെറുതുനിന്ന് വലുത് കുറയ്ക്കേണ്ട -3x ആയിരിക്കും. അങ്ങനെയാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഈ നമ്പറിലേക്ക് ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് പിടി കിട്ടും. ഇവിടെ കാണുന്ന 6 ആയാലും ഇവിടെ കാണുന്ന 3 ആയാലും ഇവിടെ കാണുന്ന 9 ആയാലും ഒക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓൺ ഡിവൈഡിങ് വിത്ത് 3 എന്ന് എഴുതി വെച്ചു. ആ ഇക്വേഷൻ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എന്താ സംഭവിക്കുക? 6y - 3x = 9 എന്നല്ലേ? എല്ലാ ടേമിനെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ÷ 3, ഇവിടെയും ÷ 3, ഇവിടെയും ÷ 3. നോക്കിക്കേ, 6/3 എത്ര കിട്ടും? 2y എന്ന് കിട്ടും. അപ്പം 2y മൈനസ് നോക്കിക്കേ 3/3 എന്ത് കിട്ടും? x എന്ന് കിട്ടും. ഈക്വൽ ടു എന്താണെന്ന് കിട്ടുക? ഇവിടെ 9/3 എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും വേണമെങ്കിൽ ഈ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 2 എന്നും, അതല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഇയാളെ ഇക്വേഷൻ നമ്പർ 2 എന്നും വെച്ചും കണ്ട് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്, മറ്റൊരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ബാക്കി പ്രൊസീഡ് ചെയ്യുന്നത്. ഇനി നോക്കാം, ഞാനിവിടെ ചെയ്ത പരിപാടി, ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ ആളുണ്ട് അല്ലേ? ഈ എക്സിനെ മാത്രം ഞാനൊന്ന് ഒറ്റപ്പെടുത്തി എഴുതാൻ പോവുകയാണ്. -x ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? +x ആവുമല്ലോ. അപ്പോൾ ഞാൻ ഈക്വൽ സൈൻ ഇട്ടു, അത് ഇങ്ങോട്ട് വരുമ്പോൾ +x ആയി. ഇവിടെ പാര് മാത്രമുള്ള 2y. ഓൾറെഡി ഇവിടെ ഒരു 3 ഉണ്ട്. ആ 3നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? അത് -3 ആവും. അപ്പോൾ ഇവിടെ 2y - 3 ആണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് 2y - 3 = x എന്നാണ്. അഥവാ x എന്ന് ഇനി എവിടെയൊക്കെ കണ്ടോ, അതിന് പകരം എന്ത് കൊടുക്കാം? 2y - 3 എന്ന് കൊടുക്കാം. x എന്ന് എവിടെയൊക്കെ കണ്ടാലും നമുക്ക് എന്ത് കൊടുക്കാം? 2y - 3, കാരണം x = 2y - 3 ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി, ഇവിടെ മേലൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, 4x = 5y. അതിനെ ഞാൻ നേരെ
ഇവിടേക്ക് എഴുതാൻ പോകണം. തൽക്കാലം നമുക്ക് ഈ സൈഡിൽ എഴുതാം. സെയിം സാധനം ജസ്റ്റ് ഒരു പാർട്ടീഷൻ ചെയ്യാം. താഴെ എഴുതി പോയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. മക്കളെ നോക്കിക്കോ, ഈ കാണുന്ന എക്സിന് പകരം ഞാനിവിടെ എന്ത് കൊടുക്കുന്നു? എക്സ് ഈക്വൽ ടു 2y - 3 അല്ലേ? അപ്പോൾ 4x എന്നുള്ളതിന് പകരം 4 × 2y - 3 എന്ന് കൊടുക്കുന്നു. അപ്പുറത്ത് എന്ത് വരുന്നു? 5y എന്ന് വരുന്നു. ബ്രാക്കറ്റ് പൊളിക്കുന്നു. 4 × 2y എന്ന് പറഞ്ഞാൽ 8y, 4 × 3 എന്ന് പറഞ്ഞാൽ 12. ഇവരുടെ ഇടയിൽ മൈനസ് ആണ്, കാരണം ഇവിടെ മൈനസ് ആയതുകൊണ്ട്. ഈക്വൽ ടു 5y എന്ന് കിട്ടും. ഓക്കെ, ഈ കാണുന്ന 5yനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -5y ആവും. അപ്പം 8y - 5y എന്ന് കിട്ടും. ഈക്വൽ ടു ഈ കാണുന്ന -12നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? +12 ആയിട്ട് മാറും. അപ്പം ഈക്വൽ ടു 12 എന്ന് കിട്ടും. 8y നിന്ന് 5y പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? 3y ആണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ 3y = 12y. ഇനി y = എന്തായിരിക്കും? 12 / 3. 12 / 3 എത്രയാണ്? 4. അപ്പം y = 4 എന്ന് കിട്ടി. ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഒരു സ്റ്റെപ്പ് പറഞ്ഞതല്ലോ. ഇനി അടുത്തതിൽ ഓൾറെഡി നമുക്കറിയാം x = 2y - 3 ആണ്. എവിടെ നിന്ന് കിട്ടി? ഇവിടെ കാണുന്ന സാധനമല്ലേ, അത് അങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചെന്നേ ഉള്ളൂ. എക്സ് ഇപ്പുറത്ത് എഴുതുന്നതിന് പകരം ഈ സൈഡിൽ എഴുതി. നോക്കിക്കോ, 2 × 4 - 3 എന്നാക്കി ഇതിനെ. എന്തുകൊണ്ട്? y = 4 ആണ്. അപ്പോൾ 2y എന്നുള്ളിടത്ത് എന്ത് വരും? 2 × 4. ഈ 2 × 4 എത്രയാണ്? 8 ആണ്. 8 - 3. 8 - 3 എത്രയാണ്? 5. ഇപ്പോൾ നമുക്ക് കിട്ടി x = എത്രയാണ്? 5. അപ്പം വൈയും കിട്ടി, എക്സും കിട്ടി. ഇനി നമ്മൾ എഴുതേണ്ടത് 2 ഡിജിറ്റ് നമ്പറാണ്. 2 ഡിജിറ്റ് നമ്പർ. 2 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ എന്താ തുടക്കത്തിൽ വിളിച്ചത്? മേലോട്ട് പോയി നോക്കിയാൽ മതി. 2 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ വിളിച്ചത് 10x + y എന്നാണ്. അപ്പോൾ ഇവിടെ അതേപോലെ കൊടുക്കുക. 10x + y എന്നിട്ട് 10 × എക്സിന് പകരം 5. കാരണം എന്താ? ഇവിടെ കിട്ടിയിട്ടുണ്ട് 5. അതുപോലെ തന്നെ വൈക്ക് പകരം 4. 10 × 5 + 4 എന്ന് വെച്ചാൽ 50 × 4 54 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ നമ്മളെ നമ്പർ എന്ന് പറഞ്ഞാൽ 54 ആണ്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 4th ക്വസ്റ്റ്യൻ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ടൈപ്പാണെന്ന് വെച്ചാൽ ചാപ്റ്ററിൻ്റെ തുടക്കം മുതലേ കണ്ടുവരുന്ന ടൈപ്പാണ്. ഇപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളതെന്ന് വായിച്ചു നോക്കാം. ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽ ഈസ് 2180. 17 ട്രോഫിയും 16 മെഡലും വാങ്ങിയപ്പോൾ 2180 രൂപയായി. ദ പ്രൈസ് ഓഫ് 16 ട്രോഫീസ് ആൻഡ് 17 മെഡൽ ഈസ് 2110. 16 ട്രോഫീസും 17 മെഡലും ആണെങ്കിൽ 2110. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിൻ്റെയും പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പ്രൈസ് ഓഫ് 1 ട്രോഫി ഈക്വൽ ടു എക്സ് എന്നും പ്രൈസ് ഓഫ് 1 മെഡൽ ഈക്വൽ ടു വൈ എന്നും കൊടുക്കും. ഞാൻ വെറുതെ വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നേരെ വായിക്കാം. വേറെ ഒന്നുമില്ല. 17 ട്രോഫി. അപ്പോൾ ഒരു ട്രോഫിക്ക് എക്സ് ആണ്. 17 ട്രോഫി എന്ന് പറയുമ്പോൾ 17x. 16 മെഡൽ. ഒരു മെഡലിന് വൈ ആണ്. അപ്പോൾ 16 മെഡൽ എന്ന് പറയുമ്പോൾ 16y. ഇനി ഈ രണ്ടാളെയും കൂടെ കൂട്ടിയാൽ 2180. അപ്പോൾ രണ്ടാളെയും ആഡ് ചെയ്തു. ഈക്വൽ ടു 2180. ഒരു ബുദ്ധിമുട്ടുമില്ല. 1 എന്നുള്ള ഒരു നമ്പറും കൊടുത്തു വെച്ചു. അതിന് സിമ്പിൾ പരിപാടിയാണ്. ഇനി ദ പ്രൈസ് ഓഫ് 16 ട്രോഫീസ്. 16 ട്രോഫീസാണ്. അപ്പോൾ ഒരു ട്രോഫിക്ക് എക്സ് ആണ്. 16 ട്രോഫിക്ക് 16x. ആൻഡ് 17 മെഡൽ. ഒരു മെഡലിന് വൈ ആണ്. അപ്പോൾ 17 മെഡലുണ്ട്. 17y. 2110 ആണ്. ഈക്വൽ ടു 2110. അപ്പോൾ ഞാനിതിനെ 2 എന്നും കൊടുത്തു വെച്ചു. ഓക്കെ, ഇതുപോലത്തെ ഇക്വേഷൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിച്ചതാണ്. അപ്പം എളുപ്പമാണ്. നമുക്കൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരാൾ സെയിം ആണോ നോക്കുക. ഇവിടെ എക്സും സെയിം അല്ല, വൈയും സെയിം അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരാളെ സെയിം ആക്കാനുള്ള പണി നമ്മൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സിനെ സെയിം ആക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന 16 എടുത്തിട്ട് ഇവിടെ മൊത്തമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? 16 കൊണ്ട് ഈ ഇക്വേഷനെ മൊത്തമായിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മേലുള്ള 17 എടുത്തിട്ട് താഴെയുള്ള ഇക്വേഷനെ മൊത്തമായിട്ട് എന്ത് ചെയ്യാം? 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
എക്സ് എന്ന് പറഞ്ഞ ടേംസിൻ്റെ കൊയിഫിഷ്യൻസ് അല്ലെങ്കിൽ എക്സിൻ്റെ കൂടെയുള്ള ആളുകൾ എന്തായി കിട്ടും, സെയിം ആയിട്ട് കിട്ടും. പക്ഷേ ഇവിടെ 17 × 16 ചെയ്യണം, 2180 × 16 ചെയ്യണം. അങ്ങനെ വലിയ വലിയ കാൽക്കുലേഷൻസിലേക്ക് പോവും. കുറച്ച് വലിയ വലിയ നമ്പർ കിട്ടും, നമുക്ക് ചെയ്യാൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ചെറിയൊരു ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു മെത്തേഡ് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ 17x ആണ്, 16y ആണ്. താഴോട്ട് വരുമ്പം 16x ആണ്, 17y ആണ്. ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്, 16ഉം 17ഉം ആണ് മേലെ, താഴെയും 16ഉം 17ഉം ആണ്. 2 സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ മാറിക്കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമ്മൾ ജസ്റ്റ് ഈ 2 ഇക്വേഷൻസ്, ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ആദ്യം ഒന്ന് കൂട്ടി നോക്കാം. 1 + 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കാം. നോക്കിക്കോ, 17x 16x രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടും, 17xഉം 16xഉം കൂട്ടിക്കഴിഞ്ഞാൽ 33 അല്ല കിട്ടുക, 33x എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെയും 16y 17y രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 33y. ഇനി ഈ 2 നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുക ഇപ്പുറത്തേക്ക്, കാരണം 2 ഇക്വേഷൻസ് കൂട്ടിയല്ലേ. 2180 + 2110 0924 കിട്ടുന്ന ആൻസർ 4290 ആയിരിക്കും. ഇത് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 3, അല്ലെങ്കിൽ തൽക്കാലം ഇവിടെ നമ്പർ കൊടുക്കണ്ട, അങ്ങനെ ആക്കട്ടെ. 33x + 33y = 4290 അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്തായി, ഇവിടെ 33x ആണ്, 33y ആണ്, ഇവിടെ 4290 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ. അപ്പോൾ ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇതേ നമ്പർ താഴെ നേരെ തിരിഞ്ഞു വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സാണ് വരുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം രണ്ടാളെയും കൂട്ടുക, പിന്നെ രണ്ടാളെയും കുറയ്ക്കുക, അത് ഞാൻ പറയാം. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ നമ്പർ വരുമ്പം എപ്പോഴും നിങ്ങൾക്ക് ഇതിനൊക്കെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പറായിരിക്കും. ഈ രണ്ടാൾ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം. അടുത്ത നമ്പർ എന്തായിരിക്കും, 33ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാറുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓൺ ഡിവൈഡിങ് വിത്ത് 33 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് ഈ ഇക്വേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഇക്വേഷൻ എഴുതി 33x + 33y = 4290. ഇനി ഓരോ ആളുകളെയും 33 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 33 ഡിവൈഡഡ് ബൈ 33 ഡിവൈഡഡ് ബൈ 33. ഇവിടെ 33 കട്ടായി പോവും. ആര് മാത്രം വരും, എക്സ് മാത്രം വരും. ഇവിടെയും സെയിം വൈ മാത്രം വരും. ഈക്വൽ ടു അടുത്തത് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം. വർക്കിംഗ് കോളത്ത് കൊണ്ടുപോയിട്ട് 4290 ഡിവൈഡഡ് ബൈ 33. നമുക്ക് ആദ്യം 33നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11 കിട്ടും. ഈ മേലുള്ള നമ്പറിൽ 4ൽ 3 1 ടൈം പോവും, ബാക്കി ഒരു റിമൈൻഡർ 1 ഉണ്ടാവും. 1ഉം 2ഉം കൂടെ 12 ആണ്. 12ൽ 4 ടൈംസ് പോവും, 9ൽ 3 ടൈംസ് പോവും, 0 എന്ന് കിട്ടും. ഇനി ആ നമ്പറിനെ 11 കൊണ്ടൊന്ന് വെട്ടി വെക്കാം. 14ൽ 11 ഒരു വട്ടം പോവും, ബാക്കി 3 ഉണ്ട്, 33ൽ 3 വട്ടം പോവും, 0. അപ്പോൾ x + y = 130 എന്നാണ് ആൻസർ കിട്ടുക. ഇതാണ് നമുക്ക് മെയിൻലി വേണ്ട ഇക്വേഷൻ. x + y = 130. ലെറ്റ് ഈ സാധനത്തിന് ഞാൻ വേണമെങ്കിൽ ഒരു 3 എന്നുള്ള ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു വെക്കാം. മേലെ 1ഉം 2ഉം കൊടുത്തുകൊണ്ട് ഇവിടെ 3 എന്നായി. ഇനി നമ്മളിപ്പോൾ ചെയ്ത പരിപാടി എന്താ, ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ആഡ് അല്ലേ ചെയ്ത്. ഇനി അടുത്തത് ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് കുറച്ച് നോക്കാം, ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. നോക്കിക്കോ, 17x എന്ന് 16x കുറയ്ക്കണം. അപ്പോൾ എന്ത് കിട്ടും, ഒരു എക്സ് കിട്ടും. 16y എന്ന് 17y കുറയ്ക്കണം. ചെറിയ നമ്പറാണ്, താഴെ വലിയ നമ്പറാണ്, കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, y ആണ് കിട്ടുക, പക്ഷേ -y ആയിരിക്കും അല്ലേ. ഈക്വൽ ടു 2180 എന്ന് 2110 കുറയ്ക്കണം, അഥവാ 80ൽ നിന്ന് 10 കുറയ്ക്കണം. എത്ര കിട്ടും, 70 കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ x - y നമുക്ക് കിട്ടി എത്ര, 70. ഇത് നാലാമത്തെ ഇക്വേഷൻ. x - y = 70. ശ്രദ്ധിച്ചേ, എക്സ് വൈ പ്ലസ് മൈനസ് ഓപ്പോസിറ്റായി. ഇവിടെ 130യും ഇവിടെ 70യും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എക്സ് കണ്ടുപിടിക്കാം. എക്സ് ആണ് ഇവിടുത്തെ വലിയ നമ്പർ. കാരണം എന്താ, x - y എന്ന് x - y ചെയ്തപ്പോൾ 70 ആണ് കിട്ടിയത്. പോസിറ്റീവ് ആൻസർ ആയതുകൊണ്ട് എക്സ് വലിയ ആൾ. ഇനി ഈ രണ്ടാളെയും കൂട്ടുക, 130 + 70 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ 200 ഡിവൈഡഡ് ബൈ 2
എക്സ് ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 100. അടുത്തത് വൈ ഇസ് ഈക്വൽ ടു 130 മൈനസ് 70 ഡിവൈഡഡ് ബൈ 2. 130 70 പോയാൽ എത്ര കിട്ടുക? 60 അല്ലേ കിട്ടുക? അപ്പം 60 ഡിവൈഡഡ് ബൈ 2. 60 ഹരിക്കണം 2 എത്രയാണ്? 30. വൈൻ്റെ വാല്യൂ കിട്ടി 30. നമ്മൾ ആരെയായിരുന്നു എക്സ് എന്ന് വിളിച്ചത്? പ്രൈസ് ഓഫ് എ ട്രോഫിയാണ്. പ്രൈസ് ഓഫ് എ ട്രോഫി. അപ്പോൾ പ്രൈസ് ഓഫ് എ ട്രോഫി എത്ര കിട്ടും? എക്സ് ആണ്, 100 റുപ്പീസ്. ഇനി പ്രൈസ് ഓഫ് എ മെഡൽ എത്ര കിട്ടും? 30 റുപ്പീസ്. എഴുതി വെച്ച ആൻസറായി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ ക്വസ്റ്റ്യനിൽ വലിയ വലിയ നമ്പേഴ്സാണ്, പക്ഷേ ഈ നമ്പർ 17ഉം 16ഉം ആണ്. താഴെ അത് നേരെ തിരിഞ്ഞു വന്നു, 16ഉം 17ഉം ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻസ് രണ്ടാളും കൂടെ കൂട്ടും, അപ്പോൾ വേറൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ഒരു പ്രത്യേകത ഉണ്ടാവും. എക്സിൻ്റെ കൂടെയുള്ള ആളും വൈൻ്റെ കൂടെയുള്ള ആളും സെയിം ആയിരിക്കും. അപ്പം ആ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതു, എന്നിട്ട് എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോമിലേക്ക് മാറ്റി. ശേഷം നമ്മൾ ചെയ്തത് ആദ്യം ഇവിടെ കൂട്ടുകയാണെങ്കിൽ 2 ഇക്വേഷൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ 2 ഇക്വേഷൻസ് കുറച്ചു. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു സംതിങ് കിട്ടി. ശേഷം എക്സ് നേരിട്ട് കണ്ടുപിടിച്ചു, വൈയും എന്ത് ചെയ്തു? നേരിട്ട് കണ്ടുപിടിച്ചു. വളരെ എളുപ്പമാണ്. ഇനി തൊട്ടടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യമാണ്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ താഴെ ടൈം സ്റ്റാമ്പ് കൊടുക്കാം, നിങ്ങൾക്ക് നേരിട്ട് അതിലേക്ക് പോകാൻ പറ്റും. 5ാമത്തെ ചോദ്യത്തിൽ an object start with a speed u meter per second. ഒരു ഒബ്ജക്റ്റ് u meter per second സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ട്രാവൽ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് എ റേറ്റ് എ മീറ്റർ പെർ സെക്കൻഡ് എവരി സെക്കൻഡ്. ശ്രദ്ധിക്കണേ, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്പീഡാണ്. അത് എ മീറ്റർ പെർ സെക്കൻഡ് എവരി സെക്കൻഡ് എന്നാണ് പറയുന്നത്. ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് വെച്ച് കൂടുന്നുണ്ട്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം ടി ഈസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത്രയും പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഇത്രയും ഭാഗം ഫിസിക്സ് ആണ്. സംഭവം ഇത്രയും അവിടെ പറയുന്നുള്ളൂ. ഒരുപാട് വാരി വലിച്ച് പറയുന്നുണ്ടെങ്കിലും ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വസ്തു ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഇവിടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഒബ്ജക്റ്റ് ഒരു ബോഡി ഇവിടുന്ന് ട്രാവൽ ചെയ്യുകയാണ്. ട്രാവൽ ചെയ്യുമ്പം അതിൻ്റെ തുടക്കത്തിൽ സ്റ്റാർട്ടിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ യു മീറ്റർ പെർ സെക്കൻഡ് ആണ്. തുടക്കത്തിൽ അതിനൊരു വേഗത സ്പീഡ് ഉണ്ട്, യു മീറ്റർ പെർ സെക്കൻഡ്. നമ്മളിത് ഫിസിക്സിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുക. എന്നിട്ട് ഓരോ സെക്കൻഡിലും സ്പീഡ് കൂടുന്നുണ്ട്. ആ സ്പീഡ് കൂടുന്നതിൻ്റെ നിരക്ക് എ മീറ്റർ പെർ സെക്കൻഡ് എവരി സെക്കൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആവും. ഇതിന് നമ്മൾ ഫിസിക്സിൽ ആക്സിലറേഷൻ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന വസ്തു ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് സഞ്ചരിച്ച് ഈ ഒരു പോയിന്റിൽ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇത്രയും ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? അത് ട്രാവൽ ചെയ്തു അല്ലേ. ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം എടുത്തിട്ടുണ്ടാവുമല്ലോ. ആ ടൈം ഒരു ടിയുമാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. ഇതാണ് പറയുന്നത്. ഇത് ഫിസിക്സിൽ പഠിക്കാനുള്ളതാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ തന്നെ പഠിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കിട്ടും. ഇതിൽ യു എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ വേഗം സ്റ്റാർട്ടിംഗ് സ്പീഡ്, എ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്പീഡ് ആക്സലറേഷൻ, ടി എന്ന് പറഞ്ഞാൽ ടൈം, പിന്നെ ഡിസ്റ്റൻസ് എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നിന്നാണ് നമ്മളെ മാത്സ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ് ഈസ് 10 മീറ്റേഴ്സ് and distance travelled in 4 seconds is 28 meters. What is the starting speed? What is the rate at which speed increase? അപ്പോൾ കണ്ടുപിടിക്കേണ്ട ആളുകൾ ആദ്യം മനസ്സിലാക്കുക. കണ്ടുപിടിക്കേണ്ട ആരാണ്? സ്റ്റാർട്ടിംഗ് സ്പീഡ്. ആരാ സ്റ്റാർട്ടിംഗ് സ്പീഡ്? യു. അപ്പോൾ ഈ യു എന്നുള്ള ടേം നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിങ്. റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ എ ആണ്. എ എന്ന് പറഞ്ഞ ടേം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി തന്ന ഡാറ്റയാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ് ഈസ് 10 മീറ്റേഴ്സ്. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോവുകയാണേ, ശ്രദ്ധിക്കണേ. ടൈം ഒരു 2 സെക്കൻഡ് ആകുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 10 മീറ്റർ ആണ്. 10 മീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. ടൈം 2 സെക്കൻഡ് ആകുമ്പോൾ
ഡിസ്റ്റൻസ് 10 മീറ്ററാണ്. ഇതാണ് ഫസ്റ്റ് തന്നെ അവർ തന്നൊരു ഡാറ്റ. ഈ ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നോക്കുക, നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഈക്വൽ ടു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നമുക്ക് യുവിനറിയില്ല, എയിനും അറിയില്ല, പക്ഷേ നമുക്ക് ടീനറിയാം. ടി എത്രയാണ്? 2 സെക്കൻഡ്. ആ ടി 2 എന്ന് കൊടുത്താൽ ഡിസ്റ്റൻസ് എത്രയാണ്? 10 മീറ്ററാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. യു ടി എന്നുള്ളിടത്ത് യു ഇൻറ്റു 2 ആക്കി. കാരണം എന്താ, ഇവിടെ ഒരു ടി ഉണ്ട്, ആ ടി മാറ്റിയിട്ട് 2 ആക്കി. പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ എന്നുള്ളിടത്ത് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ഈ ടിക്ക് പകരം ഞാൻ 2 കൊടുക്കാൻ പോവാണ്. അപ്പോൾ 2 സ്ക്വയറിന് തൽക്കാലം 2 ഇൻറ്റു 2 എന്ന് എഴുതി. ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്റ്റൻസ് കിട്ടും. ആ ഡിസ്റ്റൻസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ ഈക്വൽ ടു 10 എന്നും കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് 2 ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ 2u ആണ്. പ്ലസ് ഈ കാണുന്ന രണ്ടും വെട്ടിപ്പോയി. പിന്നെ 2 ഇൻറ്റു എ 2a ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും 2a തന്നെയാണ് കിട്ടുക. അപ്പോൾ 2u പ്ലസ് 2a ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഞാൻ ഈ ഇക്വേഷനിലേക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കാണുന്ന ആളുകൾ ഇവനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവനെയും എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇക്വേഷൻ അതേപോലെ എഴുതുകയാണ്, 2u പ്ലസ് 2a ഇസ് ഈക്വൽ ടു 10 ആണ്. ഓരോ ആളുകളെയും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഫൈനൽ ആൻസർ എന്താ കിട്ടുക? ഈ കാണുന്ന രണ്ടും വെട്ടിപ്പോവും. അവിടെ ആര് മാത്രമേ വരുള്ളൂ? യു എന്ന് മാത്രമേ വരുള്ളൂ. വീണ്ടും രണ്ടും വെട്ടിപ്പോവും. ആര് മാത്രമേ വരുള്ളൂ? എ എന്ന് മാത്രമേ വരുള്ളൂ. 10ൽ 2 5 വട്ടാണ് പോവുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് റിസൾട്ട്. യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5. ഇതിനെ വേണമെങ്കിൽ ഒരാളെ മാത്രം ഞാൻ തൽക്കാലം ഒറ്റപ്പെടുത്തി വെക്കാം. യു ഇസ് ഈക്വൽ ടു 5 മൈനസ് എ എന്ന് കിട്ടും. എങ്ങനെ? പ്ലസ് എ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് എ ആവും. അത് ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുള്ളൂ. യു ഇസ് ഈക്വൽ ടു 5 മൈനസ് എ. വേണമെങ്കിൽ അതിനൊരു ബോക്സിലാക്കി വെക്കാം, കാരണം ഇനി അങ്ങോട്ട് ആവശ്യമുണ്ട്. എന്താ ഇതിൻ്റെ മീനിങ്? എടാ, യുന്ന് എവിടെയൊക്കെ കണ്ടോ ഇനി അവിടെയൊക്കെ നമുക്ക് യുവിന് പകരം ആരെ കൊടുക്കാം? 5 മൈനസ് എനെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ നിന്നാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്. ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് ആയാൽ ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. അപ്പോൾ ഇതുപോലൊരു ഡാറ്റയും കൂടെ ക്വസ്റ്റ്യനിലുണ്ട്. എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ് ഈസ് 28 മീറ്റേഴ്സ്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്കായിട്ട് എഴുതുന്നുണ്ട്, നോക്കിക്കോ. ടി ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ് ആകുമ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു 28 മീറ്ററാണ്. ഇതാണ് രണ്ടാമത്തെ ഡാറ്റ. അപ്പോൾ ഈ ഡാറ്റ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഇക്വേഷൻ തന്നെ എഴുതിയേക്കാം. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഈക്വൽ ടു ഡിസ്റ്റൻസ്. അതാണ് നമ്മുടെ ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ. ഇനി യു ഇൻറ്റു ടി മാറ്റിയിട്ട് എന്താവും? 4 ആവും. കാരണം എന്താ? ഇവിടെ ടി ഉണ്ട്, നമ്മൾ ടി 4 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? 4 ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ എന്നുള്ളടത്ത് 4ൻ്റെ സ്ക്വയറാണ് വേണ്ട. 4ൻ്റെ സ്ക്വയർ എന്താ? 16 ആണ്. അല്ലെങ്കിൽ 4 ഇൻറ്റു 4 എന്ന് ഞാൻ തൽക്കാലം എഴുതി വെച്ചു. ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്കറിയാം 28 ആണ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ 28 എഴുതി വെക്കാം. 28. ഇവിടെ 4 ഇൻറ്റു യു എന്ത് കിട്ടും? 4u എന്ന് കിട്ടും. ഈ കാണുന്ന 2ഉം 4ഉം വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2 എന്നല്ലേ കിട്ടുക? 4 ആയിരിക്കണം. 2 ആണ്. 2 ഇൻറ്റു 4 എത്രയാണ്? 2 ഇൻറ്റു 4 8 ആണ്. ആ 8 ഇൻറ്റു എ എത്രയാണ്? 8a ആണ് അല്ലേ. പിന്നെ അവിടെ 1 ഉണ്ട്, അതിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് പ്ലസ് 8a എന്ന് കൊടുക്കാം. പ്ലസ് 8a ഈക്വൽ ടു 28. അപ്പോൾ നേരത്തെ അതേപോലെ തന്നെ ഇവിടെ 4u 8a 28 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? എല്ലാ ആൾക്കാരെയും വേണമെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സാണ്. അപ്പോൾ ഞാൻ അതേപോലെ ഇക്വേഷൻ എഴുതി എല്ലാ ടേമിനും ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡിവൈഡ് ചെയ്തു. നോക്കിക്കോ, ഇവിടെ 4ഉം വെട്ടിപ്പോവും. എന്ത് മാത്രം വരും? യു എന്ന് മാത്രം വരും. ഇവിടെ 8ഉം 4ഉം വെട്ടിയാൽ 2 കിട്ടും. അപ്പോൾ 2a എന്ന് കിട്ടും. 2a. 28ൽ 4 7 വട്ടാണ് പോവുക. അപ്പോൾ ഈക്വൽ ടു എന്ത് കിട്ടും? 7 കിട്ടും. അപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. യു പ്ലസ് 2a ഈസ് ഈക്വൽ ടു 7. അപ്പോൾ 2 രീതിയിൽ ഇത് വീണ്ടും ചെയ്യാം. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് രണ്ടാമത്തെ ഇക്വേഷൻസ് നേരെ എഴുതിങ്ങാണ്ട് സോൾവ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇവിടെ യുവിനെ ഒറ്റപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ട്. യു ഈസ് ഈക്വൽ ടു എന്താണ്?
5 മൈനസ് എ ആണ്. അപ്പം ഈ കാണുന്ന ഇക്വേഷനിൽ യു എന്ന് കാണുന്നുണ്ട്. ആ യുവിനെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യും? 5 മൈനസ് എ എന്ന് എഴുതി കൊടുക്കും. അപ്പോൾ 5 മൈനസ് എ പ്ലസ് 2a ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു മൈനസ് എ പ്ലസ് 2a എന്നുണ്ട്. മൈനസ് എ പ്ലസ് 2a വിച്ച് മീൻസ് 2a മൈനസ് എ ആണ്. 2a മൈനസ് എ എത്രയാണ്? എ ആണ്. 2a എ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ കിട്ടും. നമ്മൾ വർക്കിംഗ് കോളായിട്ടാണ് നിന്നോട്ടെ. അപ്പം 5 മൈനസ് എ എന്നായിട്ട് മാറും. ഈ കാണുന്ന ടേം മൊത്തമായിട്ട് എന്താവും? എ ആയിട്ട് മാറും. സോറി, മൈനസ് അല്ലല്ലോ, പ്ലസ് അല്ലേ. ഇവിടെ പ്ലസ് എ ആണ് കേട്ടോ കിട്ടിയത്. 2a മൈനസ് എ എന്ന് പറഞ്ഞാൽ പ്ലസ് എ ആണ്. അപ്പോൾ നമുക്ക് 5 പ്ലസ് എ ഈക്വൽ ടു 7 എന്ന് കിട്ടും. എനെ മാത്രം ഇവിടെ വെച്ചു, 7 ഇവിടെ ഉണ്ട്. പ്ലസ് 5 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തോ മൈനസ് 5 ആയിട്ട് മാറും. 7 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. എ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. എ ഇസ് ഈക്വൽ ടു 2. ഇനി എ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ യു കിട്ടും? യു ഇസ് ഈക്വൽ ടു 5 മൈനസ് എ ആണ്. അതെങ്ങനെ മനസ്സിലായി? ദേ ഇവിടെ ഉണ്ട് യു ഇസ് ഈക്വൽ ടു 5 മൈനസ് എ. അപ്പോൾ ഞാനവിടെ യു ഇസ് ഈക്വൽ ടു 5 മൈനസ് എക്ക് പകരം 2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് യു കിട്ടി 3, എ കിട്ടി 2. ഇനി എന്താ കാര്യം എന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. യു എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ടിംഗ് സ്പീഡ്. സ്റ്റാർട്ടിംഗ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്പീഡ്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്. നമ്മളെ എ അല്ലേ 2, അപ്പം ഇതാണ് കേട്ടോ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യുവിൻ്റെ ഭാഗത്ത് ഞാൻ എടുത്ത് എഴുതിയപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. യു നമുക്ക് കിട്ടിയ എത്രയാണ്? 3 ആണ്. അതാണ് സ്റ്റാർട്ടിംഗ് സ്പീഡ്. അപ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വരിക. ഓക്കെ, കുറച്ച് ലെങ്തി സ്റ്റെപ്പാണ്. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ക്ലിയറായിട്ട് ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ഈ കാണുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഓക്കെ, ഇത് നമ്മൾ 11ാമത്തെ പേജിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ടും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷനാണ് ഈ കാണുന്ന ഇക്വേഷന് പകരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി 7 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 7 എന്താണെന്ന് വായിച്ചു നോക്കാം. 11 ആഡഡ് ടു എ നമ്പർ ഗീവ്സ് ട്വൈസ് അനദർ നമ്പർ. 20 added to the second number gives twice first number. What are the numbers? അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്പറിനെ ഞാൻ തൽക്കാലം ഫസ്റ്റ് നമ്പർ തന്നെ വിളിക്കുന്നു. ലെറ്റ് ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു എക്സ്. സെക്കൻഡ് നമ്പർ ഈക്വൽ ടു വൈ. ഇനി അവർ തന്ന കാര്യം ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കുകയാണ്. 11 ആഡഡ് ടു ദ നമ്പർ ഗീവ്സ് ട്വൈസ് അനദർ നമ്പർ. അപ്പോൾ ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ എക്സിനോട് 11 ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് വേറൊരു നമ്പറിൻ്റെ ട്വൈസ് ആണ്. അപ്പോൾ വേറെ നമ്പറിനെ നമ്മൾ എന്താ വിളിച്ചത്? വൈ ആണ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഗുണിക്കണം 2 ഇൻറ്റു 2 ആണ്. അപ്പോൾ 2y എന്ന് കിട്ടും. എക്സ് പ്ലസ് 11 ഇസ് ഈക്വൽ ടു 2y. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2y മൈനസ് 11 എന്ന് എഴുതുകയാണ്. നമ്മൾ തുടക്കത്തിൽ പഠിച്ച മെത്തേഡ് എക്സിനെ ഒറ്റപ്പെടുത്തി വെച്ചു 2y മൈനസ് 11 എന്നാക്കി എഴുതി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2y മൈനസ് 11 ആണ്. ഇനി അങ്ങോട്ട് എവിടെയൊക്കെ നിങ്ങൾ എക്സ് എന്ന് കണ്ടോ അവിടെയൊക്കെ എന്ത് കൊടുക്കാം? 2y മൈനസ് 11 എന്ന് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ക്വസ്റ്റിൻ്റെ ബാക്കി വായിച്ചു. 20 ആഡഡ് ടു ദ സെക്കൻഡ് നമ്പർ ഗീവ്സ്. ശ്രദ്ധിക്കണേ, സെക്കൻഡ് നമ്പർ ആരാണ്? വൈ ആണ്. നമ്മളിവിടെ സെക്കൻഡ് നമ്പറിനെ വൈ എന്നാണ് വിളിച്ചത്. അതിനോട് 20 ആഡ് ചെയ്തു, 20 കൂട്ടി. 20 കൂട്ടി എന്താ കിട്ടുക? ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പറിൻ്റെ ട്വൈസ് ആണ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ആണ്, അതിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കണ്ടു? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് എന്ന് കണ്ടാൽ ഈ ആളെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എന്ന് കണ്ടില്ലേ? അപ്പോൾ എക്സിനെ മാറ്റിയിട്ട് നമുക്ക് മേലുള്ള ആളെ കൊടുക്കാം. y പ്ലസ് 20 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2y മൈനസ് 11 എന്ന് ഞാൻ കൊടുത്തു. ദേ 2y മൈനസ് 11. ഇനി ബ്രാക്കറ്റ് ഒന്ന് പൊളിക്കാം. 2 ഇൻറ്റു 2y 4y എന്ന് കിട്ടും. മൈനസ് 2 ഇൻറ്റു 11 22 എന്ന് കിട്ടും. ഇവിടെ y പ്ലസ് 20 അതുപോലെ തന്നെ വന്നു. ഓക്കെ അല്ലേ? ഇനി y ഉള്ള ടേം എനിക്കൊരു ഭാഗത്തേക്ക് വെക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഒരു y 4y ഉണ്ട്.
ഈ 4y അടുത്തേക്ക് ഞാൻ ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, മൈനസ് വൈ ആയിട്ട് മാറും, പ്ലസ് വൈ മൈനസ് വൈ ആയിട്ട് മാറും. അപ്പോൾ 4y മൈനസ് വൈ എന്ന് കിട്ടി. ഇനി ഇവിടെ വൈ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളത് ഒരു 20 ആണ്. ആ 20ൻ്റെ അടുത്തേക്ക് ഈ മൈനസ് 22നെ കൊണ്ടുവരികയാണ്. മൈനസ് 22 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, പ്ലസ് 22 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ പ്ലസ് 22. 20ഉം 22ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 42 കിട്ടുക. അതുപോലെ തന്നെ 4y എന്ന് y പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 3y കിട്ടും അല്ലേ. ഇതിന് വേണമെങ്കിൽ 3y = 42 എന്ന് എഴുതിയേക്കാം. 42 = 3y എന്ന് പറഞ്ഞാലും 3y = 42 എന്ന് പറഞ്ഞാലും സെയിം ആണ്. അവിടുന്ന് y = എന്ത് കിട്ടും, 42 / 3 എന്ന് കിട്ടും. ഈ 42 / 3 എത്രയാണ്, ഹരിച്ച് നോക്കിയാൽ മതി, 14 ഉത്തരം കിട്ടുക. y = 14. ഓക്കെ. ഇനി എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ എന്തുണ്ട്, നമ്മളെ കയ്യിൽ ഇതാ ഇവിടെ എക്സ് ഉണ്ട്. എക്സ് = 2y - 11 ആണ് അല്ലേ. അപ്പോൾ 2 × വൈക്ക് പകരം 14 - 11. 2 × 14 അല്ലെങ്കിൽ 2 × 14, 2 × 14, ഇംഗ്ലീഷും മലയാളം മിക്സ് ആയിപ്പോയി. 28 ആണ്. 28 - 14 എന്ന് കിട്ടും. 11 എന്ന് കിട്ടും. 28 - 11 പോയാൽ എത്ര കിട്ടുക, 17 ആണ് ആൻസർ കിട്ടുക. എക്സ് = 17. ഓക്കെ. എക്സ് ആയി, വൈ ആയി. ഇനി ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. നമ്മളെ എക്സ് എന്ന് വിളിച്ച ഫസ്റ്റ് നമ്പറിനെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്പർ = 17. സെക്കൻഡ് നമ്പർ = വൈ ആണ്. വൈ എത്രയാണ്, 14 ആണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടി, 17ഉം 14ഉം. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വിവിധ പാർട്ടുകളിലായിട്ട് ഓരോ വീഡിയോസിലായിട്ട് ചെയ്തു തീർത്തു. ഇത് ലാസ്റ്റ് പാർട്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ആ പ്ലേലിസ്റ്റിൽ എല്ലാ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.